ഹലോ നമസ്കാരം, എല്ലാവരും തന്നെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കോഴ്സിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ടാണ്. സോ ഇതിനകത്ത് നമ്മൾ UI/UX ഡിസൈനിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് എന്താണ് UI/UX ഡിസൈൻ, UI/UX ഡിസൈനിൻ്റെ ആവശ്യകത എന്താണ്, ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ നമ്മുടെ ഈ കോഴ്സിൻ്റെ ഓവർവ്യൂവിൽ നമുക്കറിയാം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ഒരു വെബ്സൈറ്റിൻ്റെ രൂപത്തിലേക്ക് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ ആ ഒരു പ്രോസസ്സിലൂടെ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ റിയൽ ലൈഫിൽ എങ്ങനെ ചെയ്യുന്നത് എന്നൊരു രീതിയിലായിരിക്കും ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ആ ഒരു ടൈം നിങ്ങൾക്ക് പ്രോസസ്സ് മനസ്സിലാവുന്നതായിരിക്കും. പക്ഷേ അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ആക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഡീറ്റെയിൽ അല്ല, ജസ്റ്റ് ഒരു ഓവർവ്യൂ പഠിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വീഡിയോകളിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവത്തുള്ളൂ. സോ ഫസ്റ്റ് തിങ് നമുക്ക് UI/UX ഡിസൈൻ എന്താണെന്ന് നോക്കാം. UI/UX ഡിസൈൻ എന്ന് പറയുന്നത് യൂസർ ഇന്റർഫേസ് യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ എന്നാണ് പറയുന്നത്. ഇതിനെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് നമ്മുടെ ആമസോൺ ആപ്പ് എടുക്കാം. ആമസോൺ ആപ്പ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് ഒരു സ്പ്ലാഷ് സ്ക്രീൻ വരും അല്ലേ. ആ സ്പ്ലാഷ് സ്ക്രീൻ എന്ന് പറയുന്നത് ആമസോണിൻ്റെ ലോഗോ പെട്ടെന്ന് നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും കാണിക്കാറുണ്ട്. അതിനെയാണ് സ്പ്ലാഷ് സ്ക്രീൻ എന്ന് പറയുന്നത്. നമ്മൾ അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് വരുന്ന ഒരു ഹോം പേജാണ്. ഹോം പേജിനകത്ത് എന്തൊക്കെ കാണും? സെർച്ച് ബാർ കാണും, നമ്മുടെ ലൊക്കേഷൻ്റെ ഒരു അഡ്രസ്സിൻ്റെ ചെറിയൊരു സൈഡിൽ കാണുന്നതായിരിക്കും, കാറ്റഗറീസ് കാണും, പിന്നെ നമ്മുടെ റെക്കമെൻഡേഷൻസും നമ്മുടെ പ്രീവിയസ് ഹിസ്റ്ററിയും കാണും. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാണുമായിരിക്കും. നമ്മൾ അതിൽ നിന്നൊരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനും പ്രോഡക്റ്റിൻ്റെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അല്ലേ. സോ അത് നമ്മൾ നോക്കിയിട്ട് നമുക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അപ്പം തന്നെ ബൈ നൗ കൊടുക്കും, അല്ലെങ്കിൽ ആഡ് ടു കാർട്ട് കൊടുക്കും. നമ്മളതിന് ബൈ നൗ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുന്നു, നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നു, നമ്മൾ പരിപാടി കഴിഞ്ഞു അല്ലേ. പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്തു. സോ ഇതിൻ്റെ അകത്ത് ഈ പ്രോസസ്സ് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഫസ്റ്റ് ആമസോണിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന ഹോം പേജിനെയാണ് നമ്മൾ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനൊക്കെ വ്യൂ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഇൻ്റർഫേസ് ഉണ്ടല്ലോ, നമ്മൾ അതിനാണ് UI എന്ന് പറയുന്നത്. UI എന്ന് പറഞ്ഞാൽ വിഷ്വലി അപ്പീലിംഗ് ആയിട്ട് നിൽക്കുവാൻ വേണ്ടിയാണ് നമ്മൾ UI ഡിസൈൻ ചെയ്യുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ബേസിക്കലി പറയുകയാണെങ്കിൽ. സോ ഇതിൻ്റെ ബാക്കിൽ ഒരു പ്രോസസ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ഈ പ്രോഡക്റ്റ് എടുത്തു, പ്രോഡക്റ്റ് നമ്മളിപ്പോൾ വ്യൂ ചെയ്യുന്നു, അതൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ എക്സ്പീരിയൻസിനെയാണ് നമ്മൾ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളത് നമുക്ക് ബൈ നൗ കൊടുക്കുന്നു, നമ്മൾ അഡ്രസ്സ് സെലക്ട് ചെയ്യുന്നു, അഡ്രസ്സ് ഡിഫോൾട്ടായിട്ട് കാണും. അഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ അഡ്രസ്സ് സെലക്ട് ഓപ്ഷൻ കാണും. അതായത് നമ്മൾ നേരെ പോയിട്ട് ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യുന്നു, ലൈക്ക് UPI ആണ്, അല്ലെങ്കിൽ കാർഡ് പേയ്മെൻറ്റ് ആണെങ്കിൽ കാർഡിൻ്റെ ഓപ്ഷൻ കിടക്കും. സോ ഈ ഒരു എക്സ്പീരിയൻസ് സ്മൂത്ത് ചെയ്യുന്നൊരു പർപ്പസ് ഉണ്ട്. നമ്മൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് വിട്ട് അതിനെ ഓർഡർ പ്ലേസ് ചെയ്ത് വരുന്നൊരു പ്രോസസ്സ് ഉണ്ട്. ആ ഒരു പ്രോസസ്സിൻ്റെ ഇടയിൽ നടക്കുന്നൊരു എക്സ്പീരിയൻസ് യൂസറിന് കിട്ടും. ആ എക്സ്പീരിയൻസ് നല്ലതുമാകാം മോശവുമാകാം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആമസോണിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അത് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് മാത്രമാണ്. അതായത് UI എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. UX എന്ന് പറയുന്നത് ഒരു ബാക്കിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് റിസർച്ച് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് അതിനെ വെച്ച് ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ UX ചെയ്യുന്നത്. അത് നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മുടെ കയ്യിൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ, അതായത് ഒരു യൂസർ എന്ന നിലയിൽ നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫൈനലാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ യൂസർ ഇൻ്റർഫേസ് ആണ് നമ്മൾ കൂടുതൽ കാണുന്നത്. യൂസർ എക്സ്പീരിയൻസ് അല്ലാതെ നമ്മൾ എക്സ്പീരിയൻസ് എന്ന സാധനമാണ്. ഓക്കെ, സോ ഇതാണ് UI/UX എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് എല്ലാവർക്കും തോന്നുന്ന ഡൗട്ടാണ്, UX ആണോ ആദ്യം വന്നത്, അതോ UI ആണോ ആദ്യം ചെയ്യേണ്ടത്, അതോ ഈ UI തന്നെയാണോ UX എന്നും ചില ആൾക്ക് ഡൗട്ട് വരാറുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഞാൻ ഈ ഒരു സംഭവത്തിനെ ആക്ച്വലി വിളിക്കുന്നത് UX/UI ആയിട്ടാണ് ഞാൻ പറയുന്നത്. റീസൺ ബി, ഫസ്റ്റ് യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ ചെയ്തതിന് ശേഷമാണ് അതിനെ വിഷ്വലി അപ്പീലിംഗ് ആക്കാൻ വേണ്ടി UI ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു കേസ് എടുക്കാം. ഓക്കെ, നമുക്കൊരു സിനാറിയോ എന്ന് വെച്ചാൽ ഒരു കമ്പനിയുണ്ട്. ഇപ്പോൾ നമ്മൾ ആമസോണിൻ്റെ കേസ് തന്നെ എടുക്കാം. അപ്പോൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയാം, ഓൺലൈൻ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ സാധനങ്ങൾ ഓൺലൈൻ വഴി നമ്മുടെ യൂസേഴ്സ് മേടിക്കണം. അപ്പോൾ അപ്പോൾ ഞാനാണ് UX ഡിസൈനർ. ഞാൻ കമ്പനിയോട് ചോദിക്കുകയാണ്, കമ്പനിയോട് സംസാരിച്ചിട്ട് അവരുടെ ഗോൾസും അവരുടെ ഒബ്ജക്റ്റീവ്സും അവരുടെ വിഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവരുടെ വിഷനും കാര്യങ്ങളും അവരുടെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ മനസ്സിലാക്കി നമ്മളത് ഡിഫൈൻ ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ടാർഗറ്റഡ് യൂസേഴ്സ് ഏത് ഏജ് ഗ്രൂപ്പിലാണ്, അതായത് അങ്ങനെ കുറേ ഡെമോഗ്രാഫിക് ഡേറ്റാസ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ആ യൂസേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ട് അവരുടെ അടുത്ത് നമ്മൾ ചോദിക്കുന്നു, യൂസേഴ്സിൻ്റെ അടുത്ത് ചോദിക്കും എന്താണ് അവർ ഈ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്താണ്. അവരുടെ ആവശ്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? യൂസർ ഇൻ്റർവ്യൂ നമ്മൾ നടത്തിയിട്ട്, അല്ലെങ്കിൽ യൂസർ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും എന്താണ് വേണ്ടതെന്ന്. സോ യൂസർ റിസർച്ചിൻ്റെ ഭാഗമാണ് യൂസർ ഇൻ്റർവ്യൂ. സോ ആ സമയത്ത് നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നടുക്കാണ് UX ഡിസൈൻ നിൽക്കുന്നത്. നമ്മുടെ രണ്ട് സൈഡിലുമായിട്ട് ഒരു സൈഡിൽ നമ്മുടെ കമ്പനി ഒബ്ജക്റ്റീവ്സും ഒന്ന് യൂസേഴ്സിൻ്റെ ആവശ്യവും. സോ ഇത് രണ്ടും കൂടെ അലൈൻ ചെയ്ത് ആ ഒരു സ്മൂത്ത് അലൈൻമെൻറ്റിലൂടെ കാര്യങ്ങൾ, ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്തുകൊണ്ട്
ഡിസൈൻ ചെയ്യുന്നതാണ് UX ഡിസൈനറുടെ ജോലി എന്ന് പറയുന്നത്. അതായത് കമ്പനിയുടെ ഗോൾ എന്താണ്? അവർക്ക് കൂടുതൽ സെയിൽസ് അവരുടെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരണം. യൂസറിന് വേണ്ടത് അവർക്കൊരു സ്മൂത്ത് യൂസർ എക്സ്പീരിയൻസ് വേണം. സോ ഇത് രണ്ടും മനസ്സിലായിട്ട് ഒരു യൂസർ സെൻറ്റേർഡ് ഡിസൈൻ ചെയ്യണം. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സും ഗോൾസും അത് മീറ്റ് ചെയ്യാൻ വേണം. ഇതിന് വേണ്ടി പ്രോപ്പറായിട്ട് ഇന്നോവേറ്റീവായിട്ട് തിങ്ക് ചെയ്ത് ഡിസൈൻ ചെയ്യുന്നതാണ്, ആ ഒരു പ്ലാറ്റ്ഫോം ഡിസൈൻ ചെയ്യേണ്ടതാണ് UX ഡിസൈനറിൻ്റെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന് വേണ്ടി ഈ പ്രോസസ്സിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ യൂസർ റിസർച്ച് കണ്ടക്ട് ചെയ്യും. അതിന് മുമ്പ് നമ്മൾ ഗോൾസ് ഒക്കെ ഡിഫൈൻ ചെയ്യും. എന്നിട്ട് യൂസർ റിസർച്ച് കണ്ടക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഗോൾസ് ഡിഫൈൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യും. ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് UXൻ്റെ അകത്ത് തന്നെ നമുക്ക് കുറച്ച് പരിപാടികൾ പഠിക്കാനുണ്ട്. ലൈക്ക് എംബഡി മാപ്പിംഗ്, ഇൻഫർമേഷൻ ആർക്കിടെക്ചർ, യൂസർ പേഴ്സോണ, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വലുതായിട്ട് തപ്പത്തില്ല. ബട്ട് ഞാൻ കുറച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുമ്പ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വ്യൂ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സിനോട് ഒന്നുകൂടെ നമ്മളത് പറഞ്ഞു പോകുന്നതായിരിക്കും. സോ ഇപ്പം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പഠിക്കാം. കുറച്ച് കാര്യങ്ങളുണ്ട് പഠിക്കാൻ വേണ്ടി. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ യൂസർ എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നു, നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. ഈ ഡിസൈൻ ചെയ്ത നമ്മുടെ കുറച്ച് സ്ക്രീൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഡിസൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ ഡിസൈൻ ചെയ്ത കാര്യങ്ങളെ നമ്മൾ UI ടീമിൻ്റെ കൊടുത്തിട്ട് യൂസർ ഇൻ്റർഫേസിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ UI ചെയ്യും. അത് വിഷ്വലി അതിന് അപ്പീലിംഗ് ആക്കും. UX ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. നമ്മൾ only ഫോളോ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാത്രമേ വെക്കാറുള്ളൂ. കളർ സ്കീംസും കാര്യങ്ങളൊന്നും നോക്കാറില്ല. UIയുടെ അവിടെ വരുമ്പോഴാണ് നമ്മൾ ഫോൺ സൈസ്, ടൈപ്പോഗ്രഫി, അതായത് ഫോണിൻ്റെ ടൈപ്പോഗ്രഫി, പിന്നെ നമ്മുടെ കളേഴ്സും കാര്യങ്ങളും നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഇത്രയും വിഷ്വലി അപ്പീലിംഗ് ആയിട്ട് അത് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റും എന്നത് ചെയ്യേണ്ടത് നമ്മുടെ UIയുടെ ജോബാണ്. UXൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ബെറ്റർ ആക്കുക. ഇതാണ് അതിൻ്റെ പ്രോസസ്സ് പറയുന്നത്. സോ ഇങ്ങനെയാണ് ഒരു UX UI പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ഞാൻ പറയണമെന്ന് വെച്ചാൽ ഇപ്പം നല്ലൊരു UI ആണ്, നല്ല കാണാനൊക്കെ ഭയങ്കര ഭംഗിയുള്ള UI ആണ്. പക്ഷേ അതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് നല്ലതല്ല. അത് യൂസറിൻ്റെ ആവശ്യം എന്താണോ അത് മീറ്റ് ആവുന്നില്ലെങ്കിൽ അത് നല്ലൊരു ഡിസൈൻ അല്ല. ഓക്കെ, UX നല്ലതാണ്, പക്ഷേ UI ഓക്കെയാണ്, എന്നാലും സംഭവം ഓക്കെയാണ്. പക്ഷേ UX മോശമാണ്, UI ഇങ്ങനെ എന്ത് അടിപൊളിയാണെന്ന് പറഞ്ഞാലും അതിൽ കാര്യമില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അത് ഭയങ്കര എഫക്റ്റീവായിട്ട്, ഭയങ്കര ഈസി ആയിട്ട് ഒരു അമച്വർ യൂസർ, അതായത് പുതുതായിട്ട് ഇതിനെ ടെക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജിയായിട്ട് ഭയങ്കരമായിട്ട് ബന്ധമില്ലാത്തൊരു യൂസർ ആണെങ്കിൽ പോലും ആ ഒരു വ്യക്തി വന്ന് നമ്മുടെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുകയാണെങ്കിൽ ആ പ്ലാറ്റ്ഫോം യൂസറിന് യൂസ് ചെയ്യാൻ പറ്റണം, വളരെ എളുപ്പത്തിൽ പറ്റണം. അതിനെയാണ് നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഇത് രണ്ടും ഇന്റർ റിലേറ്റഡ് ആണ്. അറ്റ് കേസ് രണ്ടിൻ്റെയും ജോബ് പെർസ്പെക്റ്റീവ് രണ്ടാണ്. അതായത് ജോബ് റോളുകൾ രണ്ടാണ്. യൂസർ എക്സ്പീരിയൻസ് ഡിസൈനർ ചെയ്യുന്നതല്ല യൂസർ ഇൻ്റർഫേസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് തോന്നുന്ന ഡൗട്ട് എന്ന് വെച്ചാൽ യൂസർ എക്സ്പീരിയൻസ് ഡിസൈനർ ഒരാളാണ്, UI വേറൊരാളാണോ? സോ ചില കമ്പനികളിൽ യൂസർ എക്സ്പീരിയൻസ് ഡിസൈനറും UI ഡിസൈനറും രണ്ടും ഒരാൾ തന്നെയായിരിക്കും UX UI ആയിട്ട്. ചില കമ്പനികളിൽ ചെറിയ കമ്പനിയുടെ കേസ് ഞാൻ പറയുന്നത്, ഇപ്പം ലൈക്ക് ഒരു അത്യാവശ്യം ഫണ്ടിങ്ങുള്ള സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ വലിയ കമ്പനി പോവുകയാണെങ്കിൽ യൂസർ റിസർച്ചിന്, യൂസർ എക്സ്പീരിയൻസ് മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടി വേറൊരു ആൾ കാണും, യൂസർ ഇൻ്റർഫേസ് മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടി വേറൊരു ആൾ കാണും. കാരണം ഇത് രണ്ട് സ്പെഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ജോബ് രണ്ടും അതിൻ്റെ പ്രോസസ്സ് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, പക്ഷേ ഈ രണ്ടും ഒത്തുപോയാലേ നല്ലൊരു ഡിസൈനും വരത്തുള്ളൂ. യൂസർ എക്സ്പീരിയൻസ് കുറിച്ച് നോക്കാൻ ഒരാളും കാണും, യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്യാൻ വേറൊരാളും കാണുന്നതായിരിക്കും. സോ ആ ഒരു പ്രോസസ്സിനെ ടീമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഡിസൈൻ ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ രണ്ടും ഒരാൾ തന്നെയാണ് ചെയ്യുന്നത്. അത് കുഞ്ഞു സ്റ്റാർട്ടപ്പുകളിലോ അല്ലെങ്കിൽ കുഞ്ഞു കമ്പനികളിലായിരിക്കും അത് കണ്ടുവന്നിട്ടുള്ളത്. സോ ഇതാണ് അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിച്ചുകൊള്ളുന്നു. സോ ഇതാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനകത്ത് വേറൊരു ചോദ്യം വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ AI വന്നുകൊണ്ട് നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ UI ഡിസൈനിലൊക്കെ ജോബ് പെർസ്പെക്റ്റീവ് കാണും എന്നൊരു ഡൗട്ട് വന്നിട്ടുണ്ട്. അത് ഞാനിപ്പം വേറെയുള്ള കാര്യം എന്ന് വെച്ചാൽ കോഴ്സിൻ്റെ അകത്ത് ഞാൻ കൊണ്ടുപോകുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ഐഡിയ വേണമല്ലോ, ഇത് ഇനി ഭാവിയിൽ കാണുമോ ഇല്ലയോ എന്നൊരു ഡൗട്ട് വരേണ്ട. സോ അതിനുവേണ്ടി സോൾവ് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ AI ഡെഫിനറ്റ്ലി ഭയങ്കരമായിട്ട് വലുതായി വരുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ AI കാരണം കൊണ്ട് കുറേ അധികം യൂസ്ഫുൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ പഴയ കാലത്ത് നിങ്ങൾ പണ്ടൊക്കെ ഫോട്ടോഷോപ്പിൻ്റെ കേസ് എടുത്തോ. ഓക്കെ, നമ്മൾ സോഫ്റ്റ്വെയർ പഠിക്കും ഡിസൈൻ സമയത്ത് നമ്മളിപ്പോൾ ഫോട്ടോഷോപ്പിൻ്റെ കേസ് എടുക്കുമ്പോഴത്തേക്കും നമ്മളിപ്പം മുമ്പൊക്കെ ഒരു സംഭവത്തിൻ്റെ ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ 9th ആയപ്പോഴാണ് ഫോട്ടോഷോപ്പൊക്കെ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയത്. സോ എന്ന് വെച്ചാൽ ഭയങ്കര കിടിലായിട്ടല്ല, ബട്ട് സിമ്പിളായിട്ട് ഒരു ഫോട്ടോ എടുത്ത് അങ്ങോട്ട് കട്ട് ചെയ്ത് വെക്കുക, അങ്ങനത്തെ ലെവലിൽ, അല്ലാതെ ഇപ്പോഴത്തെ പോലെയല്ല. സോ ആ സമയത്തൊക്കെ ഫോട്ടോഷോപ്പ് ഞാൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ട് ഇമേജ് റിമൂവ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. ഓക്കെ, നമ്മൾ ഇന്ന് കാണുന്ന ഒരു ക്ലിക്കിൽ
മാറ്റാൻ പറ്റത്തില്ല. ഇന്നത്തെ ഫോട്ടോഷോപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് AI യുടെ ഹെൽപ്പോടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഒന്ന് വരച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് ഇപ്പം മൗണ്ടൻ വെക്കാൻ പറഞ്ഞാൽ മൗണ്ടൻ വെച്ച് തരും, ഒരു സീ വ്യൂ ആണെന്ന് പറഞ്ഞാൽ സീ വ്യൂ വെച്ച് തരും അല്ലേ. അപ്പോൾ അത്രയും AI അഡ്വാൻസ്മെൻറ്റ് കാണുന്നതുകൊണ്ട് നമ്മുടെ കാര്യം എളുപ്പമായിട്ടുണ്ട്. അല്ലെങ്കിൽ പണ്ടാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണിത്. സോ ആ ഒരു പ്രോസസ്സ് എളുപ്പമായിട്ടുണ്ട്. അതേപോലെ UX UIൻ്റെ ഫീൽഡിലും ഈ ഒരു AI ഇൻ്റഗ്രേഷൻ കാണുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമാവേ ഉള്ളൂ. സോ ഈ ഞാൻ പറഞ്ഞില്ല, ഇനി അടുത്ത കാലത്തൊന്നും UI ഡിസൈനറെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല. നമുക്ക് സ്കില്ലുണ്ട്, നമ്മുടെ പുതിയ AI ടൂൾസുമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ടൈം അവിടെ നമുക്ക് ലാഭിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. അല്ല നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പെർസ്പെക്റ്റീവാണ്, ഞാൻ മനസ്സിലാക്കിയതും ഞാൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ഞാൻ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് അത് പറയാനുള്ളത്. ഇനി നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? കുറേ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാൻ പറ്റും. ഫിഗ്മ ഉണ്ട്, അഡോബി XD ഉണ്ട്, സ്കെച്ച് ഉണ്ട്, എക്സെട്ര കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്. പക്ഷേ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഫിഗ്മയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ എല്ലാവരും പറയുന്നത് കാരണം ഫസ്റ്റ് തിങ് ഇസ് എൻ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് സോഫ്റ്റ്വെയർ. എല്ലാവരും യൂസ് ചെയ്യാറുണ്ട്, വളരെ കിടിലൻ സോഫ്റ്റ്വെയർ ആണ്. സോ ഇത് ഫ്രീ ആണ് ഫസ്റ്റ് തിങ്. സോ അതുകൊണ്ട് തന്നെ ഇതിൽ ഭയങ്കരമായിട്ട് ലൈക്ക് വേറെ സോഫ്റ്റ്വെയർ പഠിക്കേണ്ട ആവശ്യമുണ്ടോ, ഒരു സോഫ്റ്റ്വെയർ മാത്രം പഠിച്ചാൽ മതിയോ? അങ്ങനെയൊന്നുമില്ല. ഈ സോഫ്റ്റ്വെയർ മാത്രം പഠിച്ചാൽ മതി, ഇതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. ഓക്കെ, സോ ഫിഗ്മയാണ് നമ്മുടെ കോഴ്സ് ത്രൂഔട്ടും പഠിക്കാൻ പോകുന്നത് ആക്ച്വലി. സോ ആ ഒരു എന്ത് ടൂളാണ് ഉപയോഗിക്കണമെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണമല്ലോ. ഈ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു കേസ് സ്റ്റഡി ചെയ്യേണ്ട ആവശ്യമുണ്ട്. കേസ് സ്റ്റഡി എന്താണെന്ന് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ യൂട്യൂബ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയി നോക്കാവുന്നതാണ്. ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കേസ് സ്റ്റഡി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രോഡക്റ്റ് എടുത്ത് നമ്മളിപ്പോൾ ഒരു പക്ഷേ നമ്മളൊരു പ്രോഡക്റ്റിനെ ഡിജിറ്റൽ പ്രോഡക്റ്റിനെ റീഡിസൈൻ ചെയ്തായിരിക്കും. ഒരു വെബ്സൈറ്റ് ആകാം, ഒരു ആപ്പ് ആകാം. നമ്മൾ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് മാറ്റിക്കൊണ്ട് റീഡിസൈൻ ചെയ്തതിൻ്റെ ഒരു കേസ് സ്റ്റഡി. അപ്പം നമ്മൾ എന്തായിരുന്നു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് തൊട്ട് നമ്മൾ ആ ഒരു എൻറ്റയർ പ്രോസസ്സ് സ്റ്റാർട്ട് ടു ഫിനിഷ് നമ്മൾ എന്തൊക്കെ ചെയ്തു അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ പുതിയൊരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്, പുതിയൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയൊരു ആപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ബിൽഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഡിസൈനാണ്. ടെക്നിക്കലാലിറ്റിയിൽ ചില ആൾക്ക് കോഡിംഗ് എന്ന് പറയാറുണ്ട്. ഞാൻ അതിലോട്ട് വരാം, കോഡിംഗ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നും ഫസ്റ്റ് ഞാൻ ക്ലിയർ ചെയ്യാം. കേസ് സ്റ്റഡിയിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു എൻറ്റയർ ജേർണി, ആ ഒരു എൻറ്റയർ പ്രോസസ്സ് നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്ന് നമ്മളൊരു അതിനെക്കുറിച്ചൊരു ഓവർവ്യൂ നൽകാൻ വേണ്ടിയാണ് നമ്മൾ കേസ് സ്റ്റഡി പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ അത് നമുക്ക് ബിഹാൻസോ ഡ്രിബിളിലോ നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് കേസ് സ്റ്റഡി ചെയ്തതിന് ശേഷം നമുക്കത് പോർട്ട്ഫോളിയോ ആയിട്ട് വെക്കാവുന്നതാണ്. സോ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ചോദിച്ച ചോദ്യമാണ്, ഇതിന് കോഡിംഗ് ആവശ്യമുണ്ടോ? UI ഡിസൈന് കോഡിങ്ങിൻ്റെ യാതൊരു ആവശ്യമില്ല. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡ് അറിയാമെങ്കിൽ, ഇപ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പോലും ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സും ഉണ്ട്. ഇത് കോഡിങ്ങിൻ്റെ കേസാണ് പറയുന്നത് കേട്ടോ, നമ്മളായിട്ട് ബന്ധപ്പെട്ടല്ല, ഞാൻ എക്സാമ്പിൾ എടുക്കുകയാണ്. ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സും ഉണ്ട്, ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സും ഉണ്ട്. ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ നമ്മളിപ്പം UI ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും അത് യൂസർ ഇൻ്റർഫേസ് അതേപോലെ ഡിസൈൻ ചെയ്യുന്ന ആളുകളാണ്. അതിന് കോഡിൻ്റെ ഫോർമാറ്റ് ടൈപ്പ് ചെയ്ത് അതിന് ബിൽഡ് ചെയ്യുന്നതിനെയാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. ബാക്ക് എൻഡിൽ നടക്കുന്ന ബാക്കി കാര്യങ്ങൾ, ഒരു സാധനം പുൾ ഓഫ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സംഭവം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിന് എന്താണ് പ്രോസസ്സിംഗ് നടക്കേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് എന്താണ്, ബാക്ക് എൻഡാണ്. സോ ഇവിടെ നിങ്ങൾ കോഡിംഗ് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ഫ്രണ്ട് എൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് ഐഡിയ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജോബിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് കാണുമായിരിക്കും. പക്ഷേ ആസ് എ UI ഡിസൈനർ നിങ്ങൾക്ക് കോഡിംഗ് പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. സോ ഐ ഹോപ്പ് അതും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നിട്ടൊരു ചോദ്യമായിരുന്നു, കോഡിംഗ് ഇതിൻ്റെ റിക്വയർഡ് ആണോ? അല്ല, കോഡിംഗ് ഇതിന് ആവശ്യമില്ല. സോ ഇതാണ് ഇതിനെക്കുറിച്ച് ഓവർവ്യൂ പറയാനായിട്ട് എനിക്കുള്ളത്. സോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് ഈ അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോയിൽ നമ്മൾ കുറച്ചും കൂടെ പ്രോസസ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്, അതായത് കുറച്ചും കൂടെ ഡീപ്പായിട്ട് കാര്യങ്ങൾ പഠിച്ച് റിയൽ ലൈഫ് ചെയ്ത് കൊണ്ടുവന്ന് നോക്കാവുന്നതാണ്. സോ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.